വസീഫ്, സനോജ്, സാനു, ചിന്താ ജെറോം, ആർഷോ, ശിവപ്രസാദ് അടക്കമുള്ള യുവ നേതാക്കളെ കളത്തിലിറക്കാൻ CPI-യും ജെയ്ക് സി തോമസ് മത്സരിക്കില്ല. ആരൊക്കെയാണ്? വസീഫുണ്ട്, സനോജുണ്ട്, PK സാനു ഉണ്ട്, ചിന്താ ജെറോമുണ്ട്, ആർഷോ ഉണ്ട്, ശിവപ്രസാദ് ഉണ്ട്. അപ്പം 6 ആൾക്കാരെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 6 ആൾക്കാരും മത്സരിക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ജെയ്ക് സി തോമസ് മത്സരിക്കില്ല എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എപ്പോൾ? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ആ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ എല്ലാ മുന്നണിയും എല്ലാ പാർട്ടിയും ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൽ LDFിൻ്റെ സ്ഥാനാർത്ഥികളാകുന്ന 6 ആളുകളുടെ പേരാണ് ഇപ്പോൾ അങ്ങനെ അവർ സ്ഥാനാർത്ഥിയാകും എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ സഖാക്കളോട് പറയാനുള്ളത്, ഇവരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് ഞാൻ പറയും. അത് കാരണം വേറൊന്നും കൊണ്ടല്ല, ഇവർ ജയിക്കില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടും ഇവർ 6 പേരും ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും ആ 6 മണ്ഡലം ഇപ്പോഴേ UDFിൻ്റെ സ്ഥാനാർത്ഥി ആരായിരുന്നാലും അവർ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടുമാണ് ഈ പറയുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇവർ 6 പേർക്കും ഇനി ഇവരല്ലാതെ ഇനിയിപ്പോൾ ജെയ്ക് സി തോമസ് ഉണ്ട്, ജെയ്ക്കിനും ഇനി വേറെ വല്ലവരുണ്ടെങ്കിൽ അവരും ഒക്കെ ഈ കൂട്ടത്തിൽപ്പെടുന്ന ആളുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർക്കൊക്കെ സ്ഥാനാർത്ഥിത്വം നൽകണം. അത് സതീശൻ പറഞ്ഞതുപോലെ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ 100 സീറ്റിലേറെ എന്ന് സതീശൻ പറയുന്ന ആ 100 ഇപ്പം ഞാൻ പറയും അത് 106 എന്നുള്ളത്. മനസ്സിലായില്ലേ? 106 UDF ഈ 6 പേര് മത്സരിക്കുന്ന മണ്ഡലം അതിന് എവിടെയാണെങ്കിലും പാട്ടും പാടി വിജയിച്ച് കയറുമെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. 106 സതീശൻ പറഞ്ഞതിലും 6 സീറ്റ് അധികം ഇപ്പോഴേ ആ 6 സീറ്റ് ഇപ്പോഴേ വിജയിച്ചു കഴിഞ്ഞു എന്ന് കോൺഗ്രസിന് നിസ്സംശയം ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥി ഇവർ മത്സരിക്കുന്നിടത്ത് LDFിൻ്റെ സ്ഥാനാർത്ഥികൾ ഈ 6 പേര് വസീഫ്, സനോജ്, സാനു, ചിന്താ ജെറോം, ആർഷോ, പിന്നെ ശിവപ്രസാദ് ഒക്കെ അടങ്ങുന്ന ഈ 6 പേര് ആണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ മർമ്മപ്രധാനമായ കാര്യമെന്ന് പറയുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് UDFിനുള്ളതാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെ ഇത്തരക്കാർ കൂടി സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ, ഇപ്പോൾ VD സതീശൻ കണക്ക് കൂട്ടിയിട്ട് എത്തിയത് 100-ലാണെങ്കിൽ ഇവർ കൂടിയാണെന്നറിഞ്ഞാൽ അതിപ്പോൾ VD സതീശൻ മേ ബി ഇവരാണ് സ്ഥാനാർത്ഥികൾ എന്നുള്ളത് VD സതീശൻ പരിഗണിച്ചിട്ടുണ്ടാവില്ല. ഇനി ഇവരാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് കൂടി പരിഗണിച്ചാൽ 100-106 എത്തിക്കാൻ VD സതീശനെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന രാജാവിൻ്റെ തെമ്മാടിത്തരങ്ങൾ അത് ജനം മടുത്തിട്ട് കടക്ക് പുറത്ത് എന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജനം പറഞ്ഞതാണ്. പിന്നെയും പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ചില സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടും ഒരു നടപടിക്രമങ്ങളുടെയും ഭാഗമായിട്ട് മാത്രമാണ്. അവിടെ ആ തെമ്മാടിത്തരങ്ങൾ, പിണറായി വിജയൻ്റെ നെറികേടുകൾ, കഴിവുകേടുകൾ, ഭൂലോക തോൽവിയായിട്ടുള്ള പിണറായി വിജയനെ ജനം സഹിക്കാൻ കഴിയാതെ എങ്ങനെയെങ്കിലും ഒന്ന് ആട്ടിയിറക്കിയാൽ മതി എന്ന് കരുതുന്നിടത്ത് ഈ സനോജിനെ പോലെയുള്ള, വസീഫിനെ പോലെയുള്ള, ആർഷോയെ പോലെയുള്ള, സാനുവിനെ പോലെയുള്ള, ചിന്തയെ പോലെയുള്ള, ശിവപ്രസാദിനെ പോലെയുള്ള ആളുകൾ സ്ഥാനാർത്ഥിയാകുമ്പോൾ ജനങ്ങൾക്ക് അവരുടെ മനസ്സിലുള്ള വെറുപ്പും ദേഷ്യവും അത് ഇരട്ടിയാകുമെന്നുള്ളതാണ്. എന്താ കാര്യം അതിനുള്ളത്? അതിനുള്ള കാര്യം ഈ പറയുന്ന പിണറായി വിജയൻ്റെ കൊള്ളരുതായ്മകൾ അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ ഓരോന്നോരോന്നായി തുറന്നു കാട്ടപ്പെടുമ്പോൾ അതിനെതിരെ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ക്യാപ്സ്യൂളുകളുമായി വന്ന് ജനങ്ങളെ വിഡ്ഢികളാക്കിയവരാണ് ഈ ആൾ. അപ്പോൾ അങ്ങനെ
ക്യാപ്സ്യൂളുകൾ വിളമ്പിക്കൊണ്ടിരുന്ന ഈ 6 പേര്, അതിൽ വേറെയും ആളുകളുണ്ട് കേട്ടോ. അതിൽ അരുൺകുമാർ ഉണ്ട്, ഒരു അഡ്വക്കേറ്റ് അരുൺകുമാർ, KS അരുൺകുമാറോ മറ്റോ, അതുപോലെ വേറെ കുറച്ച് ആളുകളുണ്ട്. ഇനിയിപ്പോൾ അവരൊക്കെ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊന്നും അറിവില്ല. എന്തായാലും ഇവർ 6 പേരും മത്സരിക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഇവർ ഈ ക്യാപ്സ്യൂളുകൾ വിളമ്പിക്കൊണ്ടിരുന്ന് പിണറായി രാജാവിനെ ഇങ്ങനെ പ്രതിരോധിച്ച് ഞാനാണ് പിണറായിയുടെ വലിയ അടിമ എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള മത്സരങ്ങൾ നടത്തുമ്പോൾ ഇവരൊക്കെ കരുതിയത് ഇത് കേട്ടുകൊണ്ടിരുന്ന കേരളത്തിലെ ജനം വിഡ്ഢികളാണ്, അതുകൊണ്ട് ഞങ്ങൾ വിളമ്പുന്ന ഈ ക്യാപ്സ്യൂളുകൾ അവർ വെള്ളം തൊടാതെ വിഴുങ്ങും എന്നാണ് ഈ 6 പേരും, ഇപ്പോൾ മത്സര രംഗത്തുള്ള 6 പേരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, ഈ 6 പേരും കരുതിക്കൊണ്ടിരുന്നത്. അപ്പം ജനങ്ങളൊരു വിഡ്ഢികളാണ്, അവർ കഴുതകളാണ് എന്ന് ഇവർ വിധിയെഴുതി. അതുകൊണ്ട് അത് ജനങ്ങളുടെ മനസ്സിൽ ഇവരോടുള്ള വെറുപ്പും ദേഷ്യവും വലിയ അർത്ഥത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നു, അല്ലെങ്കിൽ വളർത്തിയെടുത്തു എന്നുള്ളതാണ്. അവരുടെ മനസ്സിൽ വലിയ വെറുപ്പ് ഈ അടിമക്കൂട്ടങ്ങളോട്, ഈ ക്യാപ്സ്യൂൾ അടിമകളോട് വലിയ വെറുപ്പ് അവരുടെ മനസ്സിലുണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, VD സതീശൻ പറഞ്ഞ 100 ഇവർ 6 പേരും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരും കൂടി കൂടുമ്പോൾ കൂടുന്ന ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് 100, ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെയാണെങ്കിൽ 100 106 ആകും. ഇനി ആ കൂട്ടത്തിലേക്കുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ 106 വേണമെങ്കിൽ 107 108 109 110 അങ്ങനെ പോകാനുള്ള സാധ്യതകളുണ്ട് എന്ന് ഞാൻ പറയാനുള്ള കാരണം. അത് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതാണ്, ഇവർ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ്. പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങളെ ഇവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, അവർ പൊട്ടന്മാരാണ് എന്നുള്ള രീതിയിൽ, ഒരു ധാർഷ്ട്യത്തിൻ്റെ ഹുങ്കിൻ്റെ രീതിയിൽ ജനങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ ഇവർ സംസാരിച്ചു എന്നുള്ളതാണ്, അപമാനിച്ച് കളിയാക്കിയിട്ടൊക്കെ. അപ്പോൾ അത് ജനത്തിന് അത്ര പിടിച്ചിട്ടില്ല. കാരണം അങ്ങനെ നമ്മളെ മുഖത്ത് നോക്കിയിട്ട് നീയൊക്കെ കൊള്ളരുതാത്തവനായതുകൊണ്ടാണ് ഞാനൊക്കെ ഇവിടെ ഇത് പറയാനുള്ളത് എന്നുള്ള രീതിയിൽ ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവനിക്കുള്ള പാഠം ജനം നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നമുക്കാർക്കുമില്ല, അല്ലേ? അതാണ് ഞാൻ പറയാൻ കാരണം. ഇവർ 6 പേരുമാണ്. ഇനി ഇവരുടെ കൂട്ടത്തിൽ ഇനിയും ആളുണ്ടെങ്കിൽ അങ്ങനെ. എന്തായാലും ഇപ്പം മത്സരിക്കുമെന്ന് പറഞ്ഞ 6 പേര് ഇവരാണല്ലോ. ഇവർ 6 പേരുമുണ്ടെങ്കിൽ ഈ 100-ന് പുറത്ത് 100+6 എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അത് തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ ഈ 6 മണ്ടന്മാരും തോറ്റതായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു മർമ്മപ്രധാനമായ കാര്യം. മനസ്സിലായില്ലേ? അത് അങ്ങനെയാണ്. കാരണം നമ്മൾ ചിലപ്പോൾ പൊട്ടനായിരിക്കും. ഇപ്പം ഞാൻ പൊട്ടനാണെന്ന് കരുതിയിട്ട് ബാക്കിയുള്ളവർ എല്ലാവരും പൊട്ടന്മാരാണെന്ന് ഞാനങ്ങ് തറപ്പിച്ച് പറയുക, അതിനു വേണ്ടി വാദങ്ങൾ ഉയർത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെയാണ് ഇവരുടെ കാര്യം. ഇവർ പൊട്ടന്മാരായിട്ട് ഇവർ പറയാണ് കേരളത്തിലെ ബാക്കിയുള്ള ജനങ്ങളൊക്കെ മണ്ടന്മാരാക്കിക്കൊണ്ട് ഇവർ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് ജനം വിലയിരുത്തി. ജനം മനസ്സിലൊരു കാര്യം ഉറപ്പിച്ചു, നീയൊക്കെ ഞങ്ങളുടെ മുന്നിൽ വരും, അല്ലേ? തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ നാട്ടിൽ 5 വർഷം കഴിയുമ്പോൾ മാറി മാറി വരും. അതിപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ വന്ന് മത്സരിക്കാതെ കാലാകാലം ഇതുപോലെ അടിമകളായിട്ട്, ഇപ്പം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ഇവറ്റകളൊക്കെ അടിമകൾ തന്നെയാണ്. എന്നിരുന്നാലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ട് വരുമല്ലോ, അന്ന് നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് എന്നുള്ളത് കേരളത്തിലെ പ്രബുദ്ധരായ ജനം മനസ്സിലുറപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ഇവന്മാർ എവിടെ മത്സരിച്ചാലും 8 നിലയിൽ പൊട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതിനുള്ള കാരണക്കാർ ഇവർ തന്നെയാണ്. ജനങ്ങളെ അത്രമാത്രം വെറുപ്പിച്ചു. ഇപ്പം നമ്മുടെ മുഖത്ത് ഒരാൾ ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മൾ ഓരോ നാൾ
സമയം കടന്നു പോകുന്തോറും നമ്മൾ മേ ബി ആ അടി മറന്നു പോയേക്കാം. പക്ഷേ നമ്മളെ മനസ്സിനെ വേദനിപ്പിച്ച്, നമ്മളെ വെറുപ്പിച്ച്, നമ്മളെ ഇൻസൾട്ട് ചെയ്ത്, നമ്മളെ അധിക്ഷേപിച്ച്, നമ്മളെ മണ്ടന്മാരാക്കി, നമ്മളെ പൊട്ടന്മാരൊക്കെ ആക്കി നമ്മളെ ചിത്രീകരിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലൊരു കല്ലായിട്ട് അവിടെ കിടക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ എത്ര മറക്കാൻ ശ്രമിച്ചാൽ പോലും നമ്മളെ കൊണ്ട് മറക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇൻസൾട്ടാണ് എല്ലാത്തിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇൻസൾട്ട് അത് നമുക്ക് ഈ മനസ്സിനെ മുറിവേൽപ്പിച്ച്, ശരീരത്തിന് മുറിവേറ്റാൽ ഇത് മാഞ്ഞു പോകും. പക്ഷെ മനസ്സിന് മുറിവേറ്റ് കഴിഞ്ഞാൽ അത് മാച്ച് കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവർക്ക് പറ്റിയ തെറ്റും. ഇവർ ജനങ്ങളെ ഇൻസൾട്ട് ചെയ്തു, കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെ ഇൻസൾട്ട് ചെയ്തു. അത് എന്താണ്? രാജാവ് തെമ്മാടിത്തരം ചെയ്തിട്ട് അത് ജനങ്ങൾക്ക് പച്ചവെള്ളം പോലെ ഇങ്ങനെ അവരുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ അതിൽ കൊണ്ടുവന്നിട്ട് ക്യാപ്സൂൾ കലക്കിയിട്ട് കലക്കാൻ നോക്കുക. അത് ജനങ്ങൾ കൊടുക്കുക ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ 100 + 6 106 എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്.